ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു, തങ്ങളോടും സംസാരിച്ചു എന്നുള്ള ബിഗ് ബ്രേക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങൾ ആദിൽ നൽകും. ആദിൽ, ബിഗ് ബ്രേക്കിംഗ്, അടുത്ത ബിഗ് ബ്രേക്കിംഗുമായി ആദിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു, തങ്ങളോടും സംസാരിച്ചു, നിലപാട് അറിയിച്ചു. അതായത് അവർ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നില്ല, പുറപ്പെടാതിരുന്നത് ഹൈക്കമാൻഡ് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നുകൊണ്ടാണ്. ആ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നു അല്ലേ? എന്താണ് അറിയാനാകുന്നത്? അതെ, ഉറപ്പായും ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഖർഗെയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. കുഞ്ഞാലിക്കുട്ടിയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു. അതിനിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നോക്കി, ഏതൊക്കെ നേതാക്കൾ അകത്തേക്ക് കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലാണ്. ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു. ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു, തങ്ങളോടും സംസാരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും നേതാക്കൾ അകത്തേക്ക് പോകുന്നു. പ്രതികരണങ്ങൾ കാക്കുകയാണ്. കാറിൽ ആരാണ്? സൽമാൻ ഖുർഷിദാണ്. മറ്റെന്തോ കാര്യത്തിന് ചർച്ചയ്ക്കായി രാഹുൽ ഗാന്ധിയുടെ സൽമാൻ ഖുർഷിദ് എത്തിയതാണ്. അതിൽ KC രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം കാക്കുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ എന്തായാലും KC ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ആരൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം വാർത്താക്കുറിപ്പായി ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. ഉറപ്പായും അത് തന്നെയാണ് KC വേണുഗോപാൽ. ഇനി അഥവാ സതീശനോ രമേശോ ആണെങ്കിൽ KC വേണുഗോപാൽ തന്നെ അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും നിയമസഭാ കക്ഷി നേതാക്കന്മാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് KC ആണ് എന്നുള്ളതാണ്. KC വേണുഗോപാലിന്റെ വസതിയിലെത്തിയാണ് സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാറും എത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ഒരു പ്രഖ്യാപനത്തിലേക്ക് നേരത്തെ പോയിരുന്നത്. സമാനമായ പ്രഖ്യാപനം വേണമായിരുന്നു, പക്ഷേ അങ്ങനെയല്ല. KCക്ക് സാധ്യത എന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ വരുന്ന സൂചനകൾ. ഖർഗെ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത, മല്ലികാർജുൻ ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേതാക്കളോട് തലസ്ഥാനത്തെത്താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് ഹൈക്കമാൻഡിൽ നിന്നൊരു വിവരം നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ലീഗ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അടിയന്തരമായി അവർ ഒരു നേതൃയോഗം ചേരും. അതിനുശേഷം ഹൈക്കമാൻഡ് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങളും മാധ്യമങ്ങളെ കാണും. അതാണ് നേരത്തെ ലീഗ് പറഞ്ഞിരുന്നത്. ആദിൽ, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു കൂടിക്കാഴ്ചയിലേക്ക് പോവുകയും ഒരു തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തുകയും ചെയ്യും. തങ്ങളോട് എന്തെങ്കിലും രൂപത്തിലുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ പിന്നീട് തങ്ങൾക്കാണ് ഈ ചുമതല. കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗിന്റെ നേതൃയോഗം നൽകിയിരുന്നത്. തങ്ങൾ കമന്റ് ചെയ്യും എന്നുള്ളതാണ്. തങ്ങളെ വിവരം കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. VD സതീശൻ കുടുംബസമേതമാണ് പുറപ്പെട്ടിരിക്കുന്നത്. പറവൂരിൽ നിന്നും VD സതീശൻ കുടുംബസമേതം പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം കന്റോൺമെന്റ് ഹൌസിൽ എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രാവിലെ അദ്ദേഹം പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആരുടെയൊക്കെ മുഖത്താണ് തെളിച്ചമുണ്ടാവുക? ഇപ്പോൾ ഈ റേസിലുള്ള 3 പേർക്കും കൃത്യമായ മെസ്സേജ് പോയി കഴിഞ്ഞോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഒരു മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്ക് പോയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഫോൺ കോൾ ആയിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം ആരാണ് മുഖ്യമന്ത്രി എന്ന്. ആ ക്യാമ്പിൽ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കൃത്യമായി ഹൈക്കമാൻഡ് പുറത്തുവിടുമ്പോൾ മാത്രം പുറത്തു പറയേണ്ട രഹസ്യമെന്ന രീതിക്ക് തന്നെയാണ് ഇതുവരെയും അക്കാര്യം സൂക്ഷിച്ചിട്ടുള്ളത്. മുദ്രവെച്ച കവറിലുള്ള ആ തീരുമാനം മുദ്രവെച്ച കവർ പൊട്ടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക. നിരീക്ഷകരായിരിക്കും, അത് ഡൽഹിയിലായിരിക്കും ആ പ്രഖ്യാപനം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും അതിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അതിൽ KC വേണുഗോപാൽ ഉണ്ടാകില്ല. KC വേണുഗോപാൽ ഇപ്പോൾ രാഹുലിന്റെ വീട്ടിൽ തുടരുന്നുണ്ട്. KC പുറത്തേക്ക് എത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ അതും അറിയേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഹൈക്കമാൻഡ് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ VD സതീശന് കോൾ വന്നോ എന്ന് കൂടിയാണ് അറിയേണ്ടത്. 2 നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടിരിക്കുന്നു KCയെ. ഇനി VD സതീശുമായുള്ള കമ്മ്യൂണിക്കേഷൻ പോയോ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയേണ്ടത്. ഏറ്റവും നിർണായകമായ കമ്മ്യൂണിക്കേഷൻ അതായിരിക്കുമെന്നും ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും. 12 മണിക്ക് വാർത്താ സമ്മേളനം വരുമ്പോൾ ആരുടെ പേരായിരിക്കും? KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഉണ്ടാകില്ല എന്നുള്ള സൂചന വരുന്നു. ഞാൻ റോഷിബാലിക്ക് വന്നു. റോഷിബാൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? റോഷിബാൽ, KC വേണുഗോപാൽ കേരളത്തിലേക്കില്ല എന്നുള്ള സൂചന എന്താണ്? റോഷിബാൽ നൽകാവുന്ന വിവരങ്ങൾ എന്താണ്? സ്മൃതി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ KPCC ആസ്ഥാനത്തുണ്ട്. അത് KPCC ഭാരവാഹികൾ തന്നെയാണ്. അവരൊക്കെ
ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രവുമല്ല വൈകിട്ടോടെ വിമാനത്താവളത്തിൽ എത്തുന്ന KC വേണുഗോപാലിന് സ്വീകരണം നൽകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണെന്ന് ഉറപ്പിച്ചാണ് KC പക്ഷം അതിന്റെ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഫോൺ കോൾ വന്നു. അല്പസമയത്തിനകം ഇനി VD സതീശന് കൂടി ഫോൺ കോൾ വരാനുണ്ട്. ആ ഫോൺ കോൾ കൂടി വന്നാൽ ഈ രണ്ട് ക്യാമ്പുകൾക്കും വ്യക്തമാകും. അവരുടെ പിന്നീടുള്ള നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും സൂചന ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന സൂചന. ഏതായാലും ഇപ്പോഴും KC വേണുഗോപാൽ ക്യാമ്പ് പ്രതീക്ഷയോടെ ആഘോഷത്തിലുള്ള തയ്യാറെടുപ്പാണ്. അവർക്ക് അങ്ങനെ തന്നെയാണ് നിർദ്ദേശം വന്നത്. പരമാവധി ആളുകളെ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശമാണ്. ഏതാണ്ട് 4 മണി കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം നേതാക്കൾക്ക് സൂചനകൾ ലഭിക്കുന്നു. ഖർഗെയും രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നതാണ്. 17 മിനിറ്റ് മാത്രം സമയം. ഇനി കൃത്യം 17 മിനിറ്റ് മാത്രം സമയമേ ഉള്ളൂ. വളരെ നിർണായകമായ നിരീക്ഷകർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളെ വിളിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് റണ്ണേഴ്സ് എന്ന് പറയാവുന്ന രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നു. VD സതീശനെ വിളിച്ചിരിക്കുന്നു. ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാദിഖ് അലി തങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലീഗ് നേതാക്കൾ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പാണക്കാട്ട് മുബഷീർ ഉണ്ട് നമുക്കിപ്പം. മുബഷീർ വളരെ നിർണായകമായ തീരുമാനം ലീഗിനെയും അറിയിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുബഷീർ? അതെ അരുൺകുമാർ, മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സുപ്രധാന വിവരം ഹൈക്കമാൻഡ് നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെ വിളിച്ച് വിവരം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി തന്നെ അത് സ്ഥിരീകരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖ് അലി ശിഹാബ് തങ്ങളോടും മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചിട്ട് മുഖ്യമന്ത്രി ആരെയാണ് തീരുമാനിച്ചതെന്ന വിവരം, സുപ്രധാന വിവരം മുസ്ലിം ലീഗ് നേതാക്കളോട് പങ്കുവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗ് നേതാക്കൾ ഇപ്പോഴും പാണക്കാട് തുടരുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണാനാണ് അവർ തയ്യാറെടുക്കുന്നത്. മുസ്ലിം ലീഗ് തീരുമാനിച്ചു അല്ലെങ്കിൽ പിന്തുണച്ചതുപോലെ VD സതീശനെയാണോ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നേരത്തെ കൂടിയാലോചനകൾ നടക്കുന്നതിനിടയിൽ ലീഗ് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വീണ്ടും ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്നറിഞ്ഞ വേളയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വരുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അനൌദ്യോഗികമായ ഒരു വിവരമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന മട്ടിലുള്ള ഒരു വിവരം ഇപ്പോൾ വരുന്നു. എല്ലാവരെയും വിളിച്ചറിയിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ, ഖർഗെ സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനാകും. അതായത് ജനവികാരത്തിന് വഴിപ്പെട്ടിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. ജനവികാരത്തോട് ചേർന്ന് പോകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമാണ്. ഇനിയൊരു 14 മിനിറ്റിനുള്ളിൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എല്ലാ കണ്ണുകളും ദില്ലിയിലേക്കാണ്. ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നു, ലീഗിനെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന. അതിന്റെ സൂചനകൾ നമുക്ക് തുടക്കത്തിലേക്ക് കിട്ടാനാണ്. കുടുംബസമേതം VD സതീശൻ പുറപ്പെടുന്നു തലസ്ഥാനത്തേക്ക് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും VDക്ക് നൽകിയിരിക്കാമെന്ന് വേണം അനുമാനിക്കാൻ. VD സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് 10 ദിവസം കഴിഞ്ഞ ശേഷമാണ് എന്നുള്ളതാണ്. കൂടിക്കാഴ്ചകൾ, മുഴുവൻ നേതാക്കളുടെ അഭിപ്രായം സ്വീകരിക്കൽ, MLA-മാരുടെ അഭിപ്രായം സ്വീകരിക്കൽ, ആ MLA-മാരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ മാത്രം ആ തീരുമാനം വന്നുകൂടാ എന്ന അനുമാനത്തിലേക്ക് എത്തൽ, അതിനുശേഷം കൂടുതൽ നേതാക്കളെ കാണൽ, ഇതൊക്കെ നീണ്ട് അങ്ങനെ പോവുകയും പ്രതികരണങ്ങളും നീണ്ട് അങ്ങനെ പോവുകയും കേരളത്തിന് ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി എന്ന ചോദ്യം അപ്പോഴും ടെസ്റ്റുകളും സൂപ്പർ ടെസ്റ്റുകളുമായി ഇന്നത്തെ പകലും ഇന്നത്തെ പ്രഭാതവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഏറ്റവും നിർണായകമായത് ഘടകകക്ഷികളുടെ ഇടപെടൽ കൂടിയാണ്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ നിലപാടും ഒരുപക്ഷെ VD സതീശൻ അനുകൂലമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന മട്ടിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാവും. സമയം 11:47 വാർത്താ സമ്മേളനം. മുഴുവൻ നിരീക്ഷകരും കേരളത്തിലേക്ക് വന്നിരിക്കുന്ന അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ദീപ ദാസ് മുൻഷി എന്നിവരാണ് ഈ വാർത്താ സമ്മേളനം നടത്തുക. അവിടെ വെച്ച് ആ കവർ പൊട്ടിക്കും, അല്ലെ, ആ പേര് പുറത്തേക്ക് പ്രഖ്യാപിക്കും. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നിലവിൽ ദീപാദാസ് മുൻഷിയും ഒപ്പം തന്നെ മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് മാധ്യമങ്ങളെ കാണുന്നത്. ആ മാധ്യമങ്ങളെ കാണുന്ന പാനലിൽ KC വേണുഗോപാൽ ഇല്ല. വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരും നേതാക്കളും ഇല്ലാതെ ആലപ്പുഴ